ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവാണ്. ഞാൻ മലയാള സിനിമയിൽ ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ ഈ 30-35 വയസ്സ് കാലഘട്ടത്തിൽ ഇത്രയും സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടും ഒരു ലേഡി ഡിറ്റക്റ്റീവിനെ എനിക്ക് മലയാള സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നോൺസെൻസിൻ്റെ ഡിസാസ്റ്ററും പരിപാടിയൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസർ ആക്ച്വലി ഞാൻ പോയി കാണുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആക്ച്വലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു അത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ കണ്ടന്റ് എന്താണെന്ന് പുള്ളി കേൾക്കാൻ ശ്രമിക്കുന്നില്ല. പുള്ളി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്കിനി ഒരു മലയാള സിനിമ ചെയ്യാൻ പറ്റില്ല, ആക്ച്വലി നിങ്ങളൊരു ഫെയിലിയറാണ്. എൻ്റെ മുഖത്ത് നോക്കി പറയണം. അപ്പോൾ ഞാൻ ഭയങ്കര കട്ടായിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ എന്നെ ഹൈ ചെയ്യുന്ന ഇവരൊക്കെയാണ്, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇവരൊക്കെയാണ്. അപ്പോൾ അതൊരാളുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. പക്ഷെ എപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു പ്രശ്നം അയാൾ പറഞ്ഞില്ല, എന്തൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ എന്നോട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ഇവനെന്തിനാ എന്നെ വിളിക്കണേ നല്ലൊരു മൂഡിലാണ്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആദ്യം പുള്ളി ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ബുദ്ധിമുട്ടാണ്, നീ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിനക്ക് ആക്ച്വലി അന്നത്തെ ഞങ്ങൾ വീണ്ടും 5 വർഷം പഴക്കമുള്ള കാര്യത്തിലേക്ക് പോയി. ചില കാര്യങ്ങളുണ്ട് നമ്മൾ അത് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്, നമ്മൾ എത്ര അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവരവരുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയുള്ളൂ. അത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ സിനിമ സക്സസ് ഓർ വാട്ട്, ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ കണ്ടിട്ട് വരുന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെ ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് എന്തായാലും ഇത് പോകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആഫ്റ്റർ ഓൾ എനിക്ക് സമീർക്കും ഷൈജുക്കും ഒക്കെ അവരുടെ എഫേർട്ടിനും അവർ ഈ സിനിമയ്ക്ക് വേണ്ടി കാണിച്ച ഇതിനൊക്കെ അവർക്ക് പേ ഓഫ് കിട്ടണം. പിന്നെ നസ്രി ആണെങ്കിലും 4 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയാണ്. ഒരു മോശമായിട്ട് വരാൻ പാടില്ല. ഒരു ഫ്രീക്വൻ്റ്ലി പൊക്കോണ്ടിരിക്കുന്ന ഹിറ്റുകൾക്കിടയിൽ ബേസിലൊരു നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഓക്കെ ആയാൽ മതി എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം റിലീസായി നല്ല പ്രേക്ഷക പ്രതികരണത്തോടെ മുന്നേറുന്ന സൂക്ഷ്മദർശിയുടെ സംവിധായകൻ MC ജിതിനാണ് ഇന്ന് കൂടെ ഉള്ളത്. വെൽക്കം MC. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. കാരണം നോൺസെൻസ് എന്നുള്ള ആദ്യ സിനിമ വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടില്ല അന്ന്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു കിടിലൻ അറ്റംപ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നു. അത് സക്സസ്സുമാണ് അല്ലേ? ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ ക്യാമറ ചെയ്യുന്നവരായാലും MC-യുടെ ഫ്രണ്ട്സാണ്, അതുപോലെ ഇൻഡസ്ട്രിയിലുള്ള പലരും കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ ഒക്കെ എന്നോട് ആ സർവൈവൽ എടുത്ത് പറയണം എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ MC വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പുള്ളി ചെയ്ത ആ സ്ട്രഗിളും അത്രയും കൂൾ മനുഷ്യനായതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു 6 വർഷമൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് നോൺസെൻസിന് ശേഷം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഒരേ സ്വരത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സർവൈവലിനെ പറ്റി. അവിടുന്ന് തന്നെ തുടങ്ങാം. നോൺസെൻസ് ടു സൂക്ഷ്മദർശിനി. ശരിക്കും നോൺസെൻസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പടം ഇപ്പടത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലുമില്ല. നോൺസെൻസ് ഉണ്ടായതുകൊണ്ടാണ് സൂക്ഷ്മദർശിനി ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സൂക്ഷ്മദർശിനിയുടെ സക്സസ് നോൺസെൻസിൻ്റെയും കൂടെ സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതില്ലായിരുന്നെങ്കിൽ ഇതില്ല. കാരണം അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി ഞാൻ ചിന്തിക്കുന്നത് പ്രോജക്റ്റ് ഡിസൈൻ ബേസാണ് ഞാൻ ആദ്യം ചിന്തിക്കുക. എപ്പോഴും പ്രാക്ടിക്കലാവാൻ ഉള്ള ശ്രമങ്ങൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നോൺസെൻസ് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇച്ചിരി കോളേജ് കാലം പോലെ ഒബ്സഷനുള്ളൊരു ക്യാരക്ടറൊക്കെ ആയിരുന്നു അങ്ങനെ ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പ്രോജക്റ്റ് ഡിസൈൻ നടക്കാൻ സാധ്യത ഭയങ്കര കുറവുള്ളൊരു സിനിമയായിരുന്നു. പക്ഷേ അത് ഈ പ്രോജക്റ്റ് ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ് അത് ഓണായത്. ഓക്കെ. അപ്പം പക്ഷേ എനിക്ക് എൻ്റെ കണക്കൂട്ടലുകളിൽ ചില പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കഥയായിരുന്നു, ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്നൊരു സിനിമ. അപ്പം ഈ പറഞ്ഞ പോലെ 19 ദിവസം ഷൂട്ട് ചെയ്തു. അത് ഒരു ദിവസത്തെ കഥ, റോഡ് മൂവി, ഇതിനൊക്കെ വരുമ്പോഴും രാത്രി സീൻസ് ഇല്ല, പകലാണ്. അപ്പം അത് എല്ലാ ദിവസവും 5 മണി വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് 9 മണി വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതിൽ ഒരു 4-5 മണിക്കൂർ ഡെയിലി ലോസാണ്. അപ്പോൾ അതുകൊണ്ട് ഡേയ്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് അടുത്ത സിനിമ എനിക്കറിയാമായിരുന്നു നോൺസെൻസ് വലിയ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ആക്ടറോ പരിപാടിയോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിലീസ് ചെയ്താലും തിയേറ്ററിൽ എങ്ങനെ സംഭവിക്കും എനിക്ക് വലിയ അങ്ങനത്തെ ഹോപ്പൊന്നും ഇല്ലായിരുന്നു തിയേറ്ററിൽ അങ്ങനെ ഇതായിരുന്നു. അപ്പോൾ അടുത്തൊരു സിനിമയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുവാണെങ്കിൽ കുറേയും കൂടി ഈ ഒരു പ്രോജക്റ്റ് ഡിസൈനുള്ള ആംഗിളിൽ രാത്രിയും കൂടി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നാണ് ആദ്യം ചിന്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നോൺസെൻസിൻ്റെ ഒരു പോസ്റ്റൊക്കെ കഴിഞ്ഞ് ആ പോസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്ന ഈ ഒരു പരിപാടിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഇൻറ്റീരിയേഴ്സ് കൂടുതലുള്ളൊരു സ്ഥലം ആയിരിക്കണം. അപ്പം
ഒരു വീട് എന്നുള്ള പരിപാടിയൊക്കെ ആലോചിക്കുമ്പം അത് അതിൻ്റെ സ്കെയില് കുറയും. അപ്പോൾ കുറച്ചധികം വീടുകളൊക്കെ ഉള്ള ഒരു ജോഗ്രഫി ആണെങ്കിൽ നമുക്ക് കുറേ ഇൻറ്റീരിയേഴ്സ് ഉണ്ട്, പക്ഷെ ഇവരൊക്കെ കഥാപാത്രങ്ങളാക്കി കൊണ്ടുവരികയും ചെയ്യാം, കുറേ അധികം ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ആദ്യം ചിന്തകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ആ ഒരു എക്കണോമി മിഡിൽ ക്ലാസ് ആണ്. അതിൽ സത്യനന്ദിക്കാട് സിനിമകളാണ് ഞാനും പേഴ്സണലി കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് തോട്ടിൽ വരുന്ന പടങ്ങൾ തലയണ മന്ദിരവും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടൊരു ഞാൻ ഹിച്ച്കോക്കിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഒരു ഹിച്ച്കോക്ക് മിസ്റ്ററി ഈ സെറ്റിങ്ങിൽ പറയാം, ഇതായിരുന്നു ഒരു തോട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ കോമ്പിനേഷനിൽ ഒരു പുതുമയുണ്ടെന്ന് എനിക്ക്. രണ്ടും റിയലിസ്റ്റിക് മീറ്ററുള്ള രണ്ട് മേക്കേഴ്സാണ്. അപ്പോൾ അത് കമ്പൈൻ ചെയ്യുമ്പോൾ പുതിയൊരു സാധനം ഉണ്ടാവുന്നു. ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു റിസർച്ചിൽ നമുക്ക് കിട്ടുന്നത് അത് ഒരു തോട്ടായിട്ട് അവിടെ ഉണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ വൈസ് എനിക്ക് ഒരു സാധനം പറയണമെന്ന് പണ്ട് മുതലേ ആഗ്രഹമുള്ളത്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവാണ്. ഞാൻ മലയാള സിനിമയിൽ ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ ഈ 30-35 വയസ്സ് കാലഘട്ടത്തിൽ ഇത്രയും സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടും ഒരു ലേഡി ഡിറ്റക്റ്റീവിനെ എനിക്ക് മലയാള സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊരു ലേഡി ഡിറ്റക്റ്റീവ്. അപ്പോൾ ഒരു ലേഡി ഡിറ്റക്റ്റീവിനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് പണ്ട് മുതലേ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും ചെയ്ത് കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, സിനിമയിൽ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് സിനിമയും അങ്ങനെ ഒരു ക്യാരക്ടറും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് എപ്പോൾ പറ്റിയോ അപ്പോഴാണ് ആക്ച്വലി ഈ സൂക്ഷ്മദർശിനിയുടെ ഐഡിയ ഫുള്ളാവുന്നത്, ആ സ്റ്റോറി ലൈൻ ഫുള്ളാവുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞ എൻ്റെ അമ്മയാണ് അതിൻ്റെ റീസണായിട്ട് വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഇതേ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് 2018 ഒരു ഒക്ടോബറിലൊക്കെ ആണ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പം എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്നുള്ള ചിന്തകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അല്ലെ വേറെ എന്തെങ്കിലും ഈ ഒരു സെറ്റിങ്ങിൽ വേറെ എന്തെങ്കിലും മിസ്റ്ററി പറയണമെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പം എൻ്റെ അമ്മ അപ്പം ഇങ്ങനെ അപ്പുറത്തൊരു ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ കർട്ടൻ മാറ്റിയിട്ട് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കിയിരിക്കുകയാണ്. ഒരു വണ്ടി, ഒരു റെഡ് കളർ ഒരു സ്കോർപ്പിയോ ഇങ്ങനെ അതിൽ കൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും വന്നു പോകുന്നു എന്നൊക്കെ. അപ്പം അമ്മ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അമ്മയൊരു ഡിറ്റക്റ്റീവിൻ്റെ മൂഡാണല്ലോ പിടിക്കുന്നത്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഹിച്ച്കോക്കിൻ്റെ റിയർ വിൻഡോ ആണ്. അമ്മയുടെ ആ ഒരു, പക്ഷെ അതിനൊരു പ്രോബ്ലം ഉണ്ട് ആക്ച്വലി. അതൊരു വോയറിസമാണ്. അപ്പോൾ അതൊരു ഒളിഞ്ഞു നോട്ടം. അത് ആ ഒളിഞ്ഞു നോട്ടത്തിന് അങ്ങനെ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമില്ല. അത് ഒരു പൊളിറ്റിക്കലാണ്. അത് പൊളിറ്റിക്കലി ശരിയല്ലാത്തൊരു കാര്യമായി പോകും ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ അതൊരു വലിയൊരു ആദ്യം ഒരു അട്രാക്ഷൻ തോന്നി റിയർ വിൻഡോ എന്നുള്ള രീതിയിൽ. പിന്നെ അതല്ല വേണ്ടതെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അതങ്ങനെ വിട്ടു ഞാൻ. അത് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഇത് വിട്ടു. അങ്ങനെ വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതും അമ്മയിൽ തന്നെയാണ് കിട്ടുന്നത്. ആക്ച്വലി ഞാൻ അമ്മയും അച്ഛനും 10-70 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പം അവർ ഇടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പൊക്കെ ആയിട്ട് ഇരുട്ടാണ് എൻ്റെ വീട്. ഇരുട്ടിൽ നിന്ന് കണ്ണൂരേക്ക് പോകണം. അപ്പം എന്നോട് അമ്മ പറഞ്ഞടാ വൈകുന്നേരം 4 മണിക്ക് പാല് വരും അപ്പുറത്തെ വീട്ടിൽ, കറവുള്ളൊരു വീടാണ്. അപ്പോൾ ഈ പാലിൽ നിന്ന് ചൂടാക്കി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി രാവിലെ വീട്ടിൽ നിന്ന് പാൽ കൊണ്ടുവന്നു. ഞാനപ്പോൾ ഇത് ചൂടാക്കാൻ വേണ്ടി ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ സെർച്ചും ഞാൻ വീണ്ടും ഹിച്ച്കോക്ക് സിനിമകളൊക്കെ റിവിസിറ്റ് ചെയ്യുന്ന പരിപാടികളിലൊക്കെയാണ്. അപ്പം ഇത് ഓവർഫ്ലോ ചെയ്ത് പോയി. അപ്പം ഞാൻ ചെന്നു, ഇത് അമ്മ വന്നാൽ പിടിക്കരുതല്ലോ, മനസ്സിലാക്കരുതല്ലോ എന്നുള്ള രീതിയിൽ ഞാനൊരു കള്ളത്തരം കാണിക്കുകയാണ്. ഒരു ക്രൈം ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു, സ്മെല്ലിനെ ഓവർകം ചെയ്യാൻ വേണ്ടി തുണിയൊക്കെ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തെല്ലാം വെച്ച് പെർഫെക്റ്റ് പോയത്രയും ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം അമ്മ വന്നൊന്നും മനസ്സിലായില്ല. അടുത്ത ദിവസം വൈകുന്നേരം 4 മണിക്ക് ഈ പറഞ്ഞ പോലെ ആ ചേച്ചി വീണ്ടും പാൽ കൊണ്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കണം. അപ്പോൾ അമ്മ അവിടെ നിന്ന് അകത്തുനിന്ന് വിളിച്ച് ചോദിക്കുകയാണ് അടുക്കളയിൽ, എടാ ഇന്നലെ പാല് മറിഞ്ഞായിരുന്നല്ലേ? അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതെങ്ങനെ മനസ്സിലായി? ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തൊരു ക്രൈം. അപ്പം പുള്ളിക്കാരി ചോദിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിലല്ലേ ചൂടാക്കിയെന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും ഹൈ ആയി. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു എങ്ങനെ മനസ്സിലായി ഇൻഡക്ഷൻ കുക്കറാന്ന്? പാല് മറിഞ്ഞാൽ എങ്ങനെയോ മനസ്സിലായി, അമ്മയ്ക്ക് എൻ്റെ അളവിലോ എന്തെങ്കിലും മനസ്സിലായി കാണും. പക്ഷേ ഇൻഡക്ഷൻ കുക്കറാന്ന് എങ്ങനെ മനസ്സിലായേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് ഞാൻ ചൂടാക്കിയ പാത്രം എടുത്ത് കാണിച്ചു. അപ്പം ഞാനത് എന്തുകൊണ്ട് അതിൻ്റെ അടി ക്ലീൻ ആക്കിയില്ല എന്ന് വെച്ചാൽ ചൂടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അടി ക്ലീൻ ആക്കാൻ വിട്ടുപോയത്. അപ്പോൾ അതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ പാട പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പം ലിക്വിഡ് ഫോം ഒക്കെ മാറി അതിനൊരു സോളിഡ് സ്റ്റേറ്റ് വരുമല്ലോ പാട പിടിച്ചിട്ട്. അപ്പം പുള്ളിക്കാരി എന്നെ അതെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു
ഇതിൻ്റെ സെൻറ്ററിൽ പാട വരണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കണം, സ്റ്റൗവിലാണെങ്കിൽ അത് സൈഡിലൂടെ പോകും. ഒബ്സർവേഷൻ. അപ്പം അതാണ്. അപ്പം അപ്പോൾ എനിക്കിപ്പോൾ ഒരു കിക്ക് കിട്ടി. ആക്ച്വലി ഇത് വോയിസോ അല്ല, ആക്ച്വലി ഒബ്സർവേഷൻ എന്നുള്ള ഒരു ആംഗിളിലാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അപ്പോൾ അമ്മയുടെ ഒബ്സർവേഷൻ അതിഭീകരമാണ്. പിന്നെ എനിക്കിത് അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ അമ്മയെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളിലും പുള്ളിക്കാരുടെ ഒബ്സർവേഷൻ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ രീതിയിൽ റിസർച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം മനഃശാസ്ത്രപരമായിട്ടാണ് ഇതിരിക്കുന്നത്, കുറെ കൂടി സൈക്കോളജിക്കലാണ്. അപ്പം ഞാൻ കുറേ സൈക്കോളജിസ്റ്റുകളെ വിളിക്കുന്നു, അവരോട്ട് സംസാരിക്കുന്നു. അപ്പം സൈക്കോളജിയിൽ തന്നെ പലരും പറഞ്ഞ പോയിന്റ്സ് ഉണ്ട്. അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടുള്ള ഒബ്സർവേഷൻ കൂടുതലാണ്, മെമ്മറി പവർ കൂടുതലാണ്, അങ്ങനെ ഇതുണ്ട്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ആ സമയത്ത് തന്നെ ഞാൻ വീണ്ടും യവനിക ഒന്നുകൂടി കാണാം. യവനിക കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ക്യാരക്ടർ യവനികയിലുണ്ട്. മമ്മൂക്കയുടെ വൈഫായിട്ട് അഭിനയിക്കുന്ന മമ്മൂക്കയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിനൊരു മുഴുനീള സിനിമ എന്ന ആംഗിളിൽ ജോർജ് സാർ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ആ ക്യാരക്ടറിനെ. അതിനെടുത്തിട്ട് അതിനൊരു പേ ഓഫും കൂടി ആയിരിക്കും ഈ ക്യാരക്ടർ എന്നുള്ള രീതിയിലെടുത്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ജോഗ്രഫിയിൽ ഫിറ്റിനായി. അപ്പം ഞാൻ ചിന്തിക്കുന്നു, അപ്പം എൻ്റെ അമ്മയുടെ ഏജ് വെച്ചാൽ ഇത് പ്രോജക്റ്റ് ഈസി പറ്റില്ല, അപ്പോൾ കുറച്ചുകൂടി ഏജ് കട്ട് ചെയ്യണം. അങ്ങനെ ഏജ് കട്ട് ചെയ്തിട്ട് ആലോചിക്കുന്നു, ഒരു ഫാമിലി, അടുത്ത വീടുകൾ, ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ഞാൻ ഉണ്ടാക്കി. പക്ഷെ എനിക്ക് അതിൻ്റെ ഡ്രാമ ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ഡ്രാമകൾ ഉണ്ടാക്കി, പക്ഷെ ഈ ഡ്രാമകളൊന്നും എന്നെ പേഴ്സണലി കിക്ക് ചെയ്തില്ല. അപ്പം നോൺസെൻസിൻ്റെ ഡിസാസ്റ്ററും പരിപാടിയൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഓൾറെഡി ബൗണ്ടഡ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വേറെ ഡ്രാഫ്റ്റ് സിനിമകൾ, വേറെ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റുകളുണ്ട്. ഇത് ഓണാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രാമ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പം ഒരു പ്രൊഡ്യൂസർ ആക്ച്വലി ഞാൻ പോയി കാണുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആക്ച്വലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു അത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ കണ്ടന്റ് എന്താണെന്ന് പുള്ളി കേൾക്കാൻ ശ്രമിക്കുന്നില്ല. പുള്ളി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി ഒരു മലയാള സിനിമ ചെയ്യാൻ പറ്റില്ല, ആക്ച്വലി നിങ്ങളൊരു ഫെയിലിയറാണ്. എൻ്റെ മുഖത്ത് നോക്കി പറയണം. അപ്പോൾ ഞാൻ ഭയങ്കര കട്ടായിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ എന്നെ ഹൈ ചെയ്യുന്ന ഇവരൊക്കെയാണ്, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇവരൊക്കെയാണ്. അപ്പോൾ അതൊരാളുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. പക്ഷെ എപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു പ്രശ്നം അയാൾ പറഞ്ഞില്ല, എന്തോ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആക്ച്വലി എനിക്കിനി ഇവിടെ മലയാളത്തിലൊരു സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെയാണ് എനിക്ക് ഒരു അൺറീഡ് മെസ്സേജ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് നോക്കുമ്പോൾ ഒരാൾ നോൺസെൻസ് കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു മുംബൈയിലൊരു പ്രൊഡക്ഷൻ ഹൗസിലെ ക്രിയേറ്റീവ് ഹെഡായിരുന്നു, മലയാളിയാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ നോൺസെൻസ് ഒന്ന് റീമേക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഹിന്ദിയിൽ അതിന് പൊട്ടൻഷ്യലുണ്ട്, കാരണം BMX സൈക്കിൾ ഇതൊക്കെ നോർത്തിലാണ് കൂടുതലും, നമുക്ക് വേറെ രീതിയിൽ ഈ കഥേനെ ഒന്ന് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കിട്ടിയൊരു അവസരം, അല്ലെ എനിക്ക് കിട്ടിയ ടേണിംഗ് പോയിന്റ് അതാണ്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാനപ്പം ഇവരൊക്കെ എന്നെ അതിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി മുംബൈക്ക് പോകുന്നു. അവർക്ക് വേണ്ടത് നോൺസെൻസിൻ്റെ റീമേക്കാണ്, പക്ഷെ അത് പോസിബിൾ അല്ല. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ വേറെ സൈഡിൽ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, അത് നടക്കില്ല. പിന്നെ നിങ്ങൾ വന്ന്, കാരണം അവരുടെ ചിലവിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാം, വേറെ കഥ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ മറ്റേ പ്രൊഡ്യൂസറുടെ അടുത്ത് മലയാളത്തിൽ പറയാനിരുന്ന സ്ക്രിപ്റ്റൊക്കെ ഞാൻ പറയുന്നുണ്ട്, വേറെയും സ്ക്രിപ്റ്റുകൾ പറയുന്നുണ്ട്. അവർക്ക് അതൊന്നും വർക്കാവുന്നില്ല, പ്രോജക്റ്റ് വൈസ് വർക്കാവുള്ളൂ. അങ്ങനെ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ വിട്ടോ എന്ന് പറയുന്ന ഇടയ്ക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ ഈ ത്രെഡ് പറയണം. ഈ ത്രെഡ് പറയുമ്പോഴത്തേക്കും അവർക്ക് വർക്കായിട്ട് അവരെന്നോട് പറഞ്ഞു, ഇതിലൊരു പരിപാടി ഉണ്ട് കേട്ടോ, ഇത് നിങ്ങളൊരു ഡ്രാമ ഫിക്സ് ചെയ്യും, കാരണം ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാം, ഇതിൽ ഈസി ടു മേക്ക് പ്രോജക്റ്റാണ്. ഞങ്ങൾക്ക് അത് മാത്രമല്ല, ഒരു ലേഡീസ് സ്റ്റാറിൻ്റെ ഹിന്ദിയിലൊരു സ്റ്റാറിൻ്റെ ഡേറ്റ് ഉണ്ട്. അങ്ങനെ അവരെനിക്ക് ഹൈലി മോട്ടിവേറ്റ് ചെയ്തു ഈ സബ്ജക്റ്റ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ഇതിലെങ്ങനെ ഒരു ഡ്രാമ ഫിക്സ് ചെയ്യാം. ഞാൻ വീണ്ടും ഹിച്ച്കോക്ക് പ്രസൻസ് എന്നുള്ള വീണ്ടും റിവിസിറ്റ്, കാരണം ഇതിൽ ഹിച്ച്കോക്ക് തന്നെയാണ് വേണ്ടത്. ഓരോ ഡ്രാമകൾ ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ശ്രമിക്കുന്നു. ഞാൻ വീണ്ടും വർക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സനൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അയാൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, തൃശ്ശൂരുകാരൻ. ഒരുപാട് ഫിലിം ആർക്കിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ സനലിൻ്റെ വീട്ടിൽ പോകുന്നു. സനലിൻ്റെ വീട്ടിൽ പോയി ഞാൻ എൻ്റെ അടുത്ത് പറയുന്നു. അവൻ പറഞ്ഞു, ഇത് അടിപൊളിയാണ്, ഇതിലൊരു പരിപാടിയുണ്ട് എന്നിട്ട് അവൻ എനിക്ക് കുറേ സിനിമകളുടെ റെഫറൻസ് തരുന്നു. ഞാൻ അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കുറേ ഇതിനെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ വീണ്ടും ഞാൻ മോട്ടിവേറ്റഡ് ആവാണ്.
വീണ്ടും മോട്ടിവേറ്റഡ് ആവുന്നു. ഒന്നും നോൺസെൻസ് എവിടെ ഇറങ്ങിയിട്ടില്ല. തിയേറ്ററിൽ ഇങ്ങനെ പോയെങ്കിലും ഈ പിന്നെ ഒരു OTT പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ ജനങ്ങൾ കാണുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്നത്. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ ഡ്രാമ ഫിക്സ് ചെയ്യാൻ വേണ്ടി പലരെയും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് അതുൽ എൻ്റെ കൂടെ 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അതുലിൻ്റെ ഡ്രാമ സെൻസിബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിലുണ്ടാക്കുന്ന ഡ്രാമകൾ. അപ്പോൾ അതിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ അതുലിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതുൽ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സിനിമയിൽ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതുലിനെ ഒരു ദിവസം കാണുന്നു. അതിലൂടെ ഞാൻ കൊടുക്കുന്ന ഒരു പ്രിമൈസ് എന്ന് പറയുന്നത് ഈ പാലിൻ്റെ ഇൻസിഡൻ്റ് ആണ്. അത് അത്രയും ഗ്രൗണ്ടഡ് ആയിരിക്കണം. നമുക്കൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല വേണ്ടത്. ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എല്ലാ വീട്ടിലുള്ളവർക്കും ഈ സിനിമ കാണുന്ന ഓരോരുത്തർക്കും ഫീൽ ചെയ്യണം, ഇത് എൻ്റെ വീട്ടിലാണോ, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഒരാളില്ലേ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അതിൽ ട്രൈ ചെയ്യാമെന്നുള്ള ഒരു മൊമെൻറ്റിൽ വരുന്നു. അങ്ങനെ ഞാൻ വരുന്നു. ഞാൻ അതിലൊരു ഹോട്ടലൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ അവനെ ഏറ്റവും കംഫർട്ട് സോണിൽ ഞാൻ നിർത്തിയിട്ടാണ് ആക്ച്വലി ഒരു 10-12 ദിവസം കൊണ്ടൊരു ഡ്രാമ ഫിക്സ് ചെയ്തു. എനിക്ക് ഭയങ്കര പേഴ്സണലി ഹൈ കിട്ടി. അതിലാണ് സൂക്ഷ്മദർശിനി എന്ന് ടൈറ്റിൽ ഇടുന്നത്. അപ്പം അതിലെനിക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ പറഞ്ഞടാ, എനിക്ക് ഐഡിയ കഴിഞ്ഞാൽ ഈ ടൈറ്റിലാണ് ഞാൻ ഭയങ്കര ഹൈ ആണ്. ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. എന്ന് വെച്ചാൽ ഇത് ഫിലിം ചെയ്തില്ലേ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ല. കാരണം അത്രയും സെൽഫ് കോൺഫിഡൻസ് എനിക്ക് അപ്പം ഭയങ്കരമായിട്ട് കയറി. അപ്പോൾ ഇതൊക്കെ 19-ലാട്ടോ, 19-ൻ്റെ രീതിയിലാണ്. അങ്ങനെ ആ ഡ്രാമ ഫിക്സ് ചെയ്ത് ഞാൻ വീണ്ടും മുംബൈ പോയി. അവർക്കും ഇഷ്ടമായി. അവർ ആക്ടർക്കും അയച്ചു കൊടുത്തു. ആക്ടർക്കും ഇഷ്ടമായി. എന്നോട് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് 2019 മഹാരാഷ്ട്ര ഇലക്ഷൻ വന്ന് അവരുടെ ഇൻവെസ്റ്ററൊക്കെ മാറി. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു, ഇത് നടക്കില്ല, ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ഡ്രോപ്പ് ചെയ്തു വന്നു. പിന്നെ ഞാൻ വന്നു വീണ്ടും എന്നോട് പറഞ്ഞു, നിങ്ങൾ മലയാളത്തിൽ പോയി ചെയ്തു, അതാണ് നല്ലത്, കാരണം മലയാളത്തിലായിരിക്കും ഇത് നടക്കാൻ എളുപ്പം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വരുന്നു. മലയാളത്തിൽ വീണ്ടും ഞാൻ ഒരുപാട് പ്രൊഡക്ഷൻ ഹൗസുകളൊന്നും കണ്ടില്ല, 1-2 പ്രൊഡക്ഷൻ ഹൗസുകൾ കണ്ടപ്പം അവർക്കെല്ലാം കഥ വർക്കായി, ഈ ഡ്രാമ, ഈ കോൺസെപ്റ്റ്, ഈ ക്യാരക്ടറൊക്കെ വർക്കായി. പക്ഷേ ഇതിൻ്റെ പ്രോജക്റ്റ് വൈബിലിറ്റി ആദ്യം ഉണ്ടായിരുന്ന സുധിൻ്റെ ഫ്രണ്ടിനുണ്ടാകുന്ന അതേ പ്രശ്നം ബാക്കി പ്രൊഡക്ഷൻ ഹൗസുകൾക്കും തോന്നുകയാണ്. ആക്ച്വലി ഇത് എങ്ങനെ ബിസിനസ് വൈസ് വർക്ക് ചെയ്യാൻ പറ്റും, ഒരു ലേഡി ഓറിയന്റഡ് പടം. എന്നാൽ മെയിൽ നമ്മൾ ഇന്നത്തെ ബേസിലിന്റെ ക്യാരക്ടർ ഉണ്ട്, പക്ഷെ അത്ര പ്രാധാന്യം ഉണ്ട് എങ്കിൽ പോലും ഇന്ന് കാണുന്ന അത്രയും പ്രാധാന്യം ആ ക്യാരക്ടറിന് സ്ക്രീൻ സ്പേസ് ഇല്ലായിരുന്നു. കംപ്ലീറ്റ് ഒരു പ്രിയദർശിനി പെർസ്പെക്റ്റീവുള്ള സിനിമയായിരുന്നു. അങ്ങനെയായിരുന്നു അതിന്റെ ഡ്രാമ എന്ന് പറയുന്നത്. പ്രിയദർശിനി പേര് വന്നിട്ടുണ്ട്. പ്രിയദർശിനിയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ സൂക്ഷ്മദർശിനിക്ക് ശേഷമാണ് ഈ പ്രിയദർശിനി വരുന്നത്? അല്ല, പ്രിയദർശിനിയും സൂക്ഷ്മദർശിനി ഒരുമിച്ച് ഉണ്ടാക്കിയതാണ്. പ്രിയദർശിനിയിൽ നിന്ന് തന്നെയാണ് സൂക്ഷ്മദർശിനി ഉണ്ടായത്. അപ്പോൾ അതിലത് ക്യാരക്ടറൈസേഷൻ പോലെ ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്യാം. ഓരോ എല്ലാ ക്യാരക്ടർ ഇന്ന് നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒന്നുണ്ട്. ഇതിന്റെ എല്ലാ ആക്ടുകളും ഈവൻ റീസൺസും നമ്മൾ ഫൈനൽ റീസൺസും ഒക്കെ ആ ഡ്രാമയിലുള്ളതാണ്. അപ്പം ഞാൻ അതിനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ആക്ച്വലി. അതായത് നമ്മളിതൊരു സാധാരണ കാണുന്ന ഒരു മിസ്റ്ററി ഡ്രാമ പറയും, അപ്പോൾ അതിനൊരു റീസണൊക്കെ പറയുമ്പം എല്ലാ കാലത്തും നിലകൊള്ളാൻ കഴിയുന്ന ഒരു റീസൺ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ, കാരണം നമ്മളൊരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമയാണ് ചെയ്യുന്നത്, എല്ലാ പെർസ്പെക്റ്റീവിലും ഇതൊരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഉണ്ടാവണം. നമ്മൾ എന്തായാലും ചലഞ്ച് എടുക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് അതിനൊരു പേ ഓഫ് ഉണ്ടാവണം എല്ലാ അർത്ഥത്തിലും. കാരണം പിന്നെ ഭയങ്കര അപ്പൊളിറ്റിക്കൽ ആവാനും പാടില്ല. കാരണം നമ്മളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അപ്പം അതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ റീസൺസും ഒക്കെ അന്നേ ഫിക്സ് ആയത് 19 തന്നെ. അപ്പോൾ അത് അങ്ങനെ വന്നിട്ട് ഞാൻ 1-2 അവർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മെയിൽ ആക്ടർ ഇന്നാക്കിയാൽ മാത്രമേ സിനിമ നടക്കുള്ളൂ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് എത്തി. പല ആൾക്കാരെയും കാണുന്നുണ്ട്, വർക്കായില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി. അന്ന് അതിലും വർക്ക് ചെയ്ത് ഒരു 300 പേജസ് ഉണ്ടായിരുന്നു. കാരണം ക്യാരക്ടറൈസേഷൻ നല്ല, ഓരോ ക്യാരക്ടറിനും സീൻസ് ഉണ്ടായിരുന്നു. കാരണം അതുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ആ സിനിമ അങ്ങനെ നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു ക്യാരക്ടേഴ്സിൻ്റെ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ കോവിഡായി, ഞങ്ങളെ കമ്പനി പൂട്ടി. ആക്ച്വലി ഞങ്ങൾ പിന്നെ ഇതായി, എല്ലാവരും ഓരോ വഴിക്കായി ആക്ച്വലി. അങ്ങനെ ഞാൻ വീട്ടിൽ നിൽക്കുന്നു. അപ്പോൾ ഇത് കോവിഡുമായി, ഇനി എന്താണ് കോംപ്ലിക്കേഷൻ ആയല്ലോ. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് ഇപ്പോൾ വേണ്ടത് ഇൻറ്റീരിയേഴ്സാണ് കൂടുതൽ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നതും ഇൻറ്റീരിയർ പ്രാധാന്യമുള്ള സിനിമയാണ്. ഇതിന് സാധ്യത കൂടുന്നുള്ളൂ എനിക്ക് മനസ്സിലായി. കോവിഡ് ഒരു ഉപകാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ചിലപ്പോൾ വർക്കാവും കോവിഡ് കാലത്ത്. അങ്ങനെ ഞാൻ ഈ കഥയും കൊണ്ട് വീണ്ടും പ്രൊഡക്ഷൻ ഹൗസുകൾ ട്രൈ ചെയ്യാനായിട്ട് വരുന്നു. അപ്പം നന്ദൻ ഉണ്ണി എന്ന് പറഞ്ഞ ഞാൻ 1983 അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അന്ന് മുതൽ നന്ദൻ എന്ന് പറഞ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
നന്ദനും ഞാനും തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. പുള്ളി എനിക്ക് നോൺസെൻസ് ചെയ്യാനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള, പ്രൊഡക്ഷൻ ഹൗസുകളിലേക്ക് എന്നെ എത്തിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നന്ദനൻ പുള്ളിക്ക് ഈ കഥ അറിയായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പല പ്രൊഡക്ഷൻ ഹൗസുകളെയും എന്നെ അങ്ങോട്ടേക്ക് പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെയാണ്. അങ്ങനെ നന്ദൻ പറഞ്ഞിട്ട് ഞാനൊരു 2 പ്രൊഡക്ഷൻ ഹൗസുകളെ കാണാൻ വേണ്ടി പോവാണ്. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തെന്ന്, ട്രെയിനില്ല, ഒന്നുമില്ല. ആക്ച്വലി ഞാൻ അന്ന് സ്മാർട്ട് ഡ്രൈവർ ആവുന്നതും അങ്ങനെയാണ്. ഈ കോവിഡ് കാലത്ത് ആക്ച്വലി വണ്ടി എടുത്ത് ഇറങ്ങേണ്ടി വരുവാണ്. അല്ലാതെ നമുക്ക് ഈ ചലഞ്ച് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വളരെ മോശം ഡ്രൈവറായിരുന്നു ഞാൻ. അങ്ങനെ വണ്ടി എടുത്ത് ഞാൻ അവിടുന്ന് തിരുവനന്തപുരം വരെ കണ്ണൂരിന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോകുന്നു. തിരിച്ചു വരുമ്പോൾ ഞാൻ ഹാപ്പി അവേഴ്സിൽ കഥ പറയുന്നു. അങ്ങനെ സമീർക്കയുടെ അടുത്ത് കഥ പറഞ്ഞു. അങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് സമീർക്ക എന്നോട് പറഞ്ഞു, ഇതിൽ എനിക്ക് നിങ്ങൾ വർക്ക് ചെയ്ത സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഈ 300 pages കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം അതൊരു അൺപ്രൊഫഷണലിസം ആയിട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് സമീർക്ക പോലുള്ള അടുത്ത് ഇതത് ഇത്രയും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഒരു ധാരണ ഉണ്ടാവില്ല എന്നുള്ളൊരു ഇത്. അപ്പോൾ എനിക്കിത് എഡിറ്റ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ക്രിസ്പ് ആക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബിസി ആയിരുന്നു. അതിലെ സിനിമയായിട്ട് അവൻ പോയി. പിന്നെ എൻ്റെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്ന എൻ്റെ നോൺസെൻസിൽ എൻ്റെ കോറൈറ്ററായിട്ട് ഉണ്ടായിരുന്ന ലിബിനെ ഞാൻ വിളിക്കുകയും ലിബിൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറയുകയൊക്കെ ചെയ്യുന്നത്. ലിബിനും ഈ കഥ കേട്ട് ഭയങ്കര ഹൈ ആയി. അവൻ കഥ കേട്ട് ഹൈ ആയിട്ട് വന്നാണ്. അപ്പോൾ അങ്ങനെ ഇത് വർക്ക് ചെയ്യാം എന്നുള്ള മൂഡിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പറയുന്നവർക്ക് എല്ലാവർക്കും വർക്കാവുന്നുണ്ട്. ഇത് പ്രാക്ടിക്കലാക്കുന്നിടത്താണ് ഇതിൻ്റെ വിജയം എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ലിബിൻ വരുന്നു, ലിബിൻ വർക്ക് ചെയ്തു. 1 മാസം എടുത്തിട്ടുണ്ടാവും, 1-2 മാസം എടുത്തിട്ടുണ്ടാവും. നമ്മൾ ഒരു കുറച്ചുകൂടി ക്രിസ്പിയസ്റ്റ് വേർഷനിലേക്ക് ഫസ്റ്റ് സീൻ മുതൽ വർക്ക് ചെയ്തു. സെയിം ഡ്രാമ തന്നെ, കുറച്ചും കൂടി ഈ മാനുവലിൻ്റെ ക്യാരക്ടറിനെ ലിബിനും ഞാനും കൂടി ഈ പറയുന്ന പോലെ കുറേയും കൂടി മാനുവലിൻ്റെ പെർസ്പെക്റ്റീവും കൂടി പ്രിയദർശിയുടെ പെർസ്പെക്റ്റീവിലായിരുന്നു അത്. മാനുവലിനെയും കൂടി കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തു. മാനുവൽ കുറച്ചും കൂടി വളരാൻ തുടങ്ങി, മാനുവലിൻ്റെ ഒരു പരിപാടി. അപ്പോൾ കുറച്ചും കൂടി മെയിൽ ആക്ടർ അപ്പ് ചെയ്യുന്നുണ്ട് ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ ആ ബൗണ്ടറി സ്ക്രിപ്റ്റായിട്ട് സമീർക്കയുടെ അടുത്ത് കൊടുത്തു. ഞാൻ വീണ്ടും ഈ കോവിഡ് കാലത്ത് ട്രാവൽ ചെയ്യുന്നു. അപ്പം ഞാൻ വീണ്ടും നല്ല ഡ്രൈവിംഗ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ക്യാരക്ടറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ക്യാരക്ടർ മോട്ടിവേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ വരുന്നിട്ട് ഒരു വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സമീർക്കനോട് പറഞ്ഞു, ഇനി ആരോട് പറയണ്ട, നമ്മൾ പിടിക്കുകയാണ്, ഓക്കെയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു. ലിബിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഹാപ്പി അവേഴ്സിൽ വരുന്നു. 2020 തുടക്കത്തിലാണ് ഞാൻ ഹാപ്പി അവേഴ്സിൽ വരുന്നത്. അവിടെ വന്ന് അവർക്ക് ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, ഡിയർ ഫ്രണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നമുക്കിത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വന്നു. ഞാൻ ഓൾറെഡി 1-2 ആക്ടേഴ്സിൻ്റെ ഡേറ്റുമാണ് വരുന്നത്. അപ്പം എന്നോട് സമീർക്ക് പറഞ്ഞത്, നമുക്ക് ആ മെയിൽ ആക്ടർ അത് പോരാ, നമുക്ക് മെയിൽ ആക്ടർ വേറൊരാൾ തന്നെ വേണം, അത് നമുക്ക് റെഡിയാക്കാമെന്ന് പറയും. അങ്ങനെ 21 ഒരു ആക്ടർ വരുന്നു. അത് നല്ല സ്റ്റാർ മെറ്റീരിയൽ ആയിട്ടുള്ള ആക്ടറാണ്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ സമീർക്ക് അന്നേ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ജോഗ്രഫി പ്രോജക്റ്റ് വൈസ് ഓക്കെയാണ്, പക്ഷേ പ്രാക്ടിക്കലാക്കാൻ ഇങ്ങനെ വീടുകൾ തരേണ്ട ആൾക്കാർ. അപ്പോൾ ഈ സ്ഥലം കണ്ടുപിടിക്കണം. ഈ സ്ഥലം കണ്ടുപിടിക്കലിൻ്റെ ഒരു വലിയ ടാസ്ക്കാണ്. സ്ക്രിപ്റ്റ് മാത്രം ഇത് വർക്ക് ചെയ്താലും കാര്യമില്ല. ഈ സ്ഥലം എവിടെ ഷൂട്ട് ചെയ്യും നമ്മൾ. അപ്പം അന്ന് മുതലേ അതിന് മുമ്പ് തന്നെ നമ്മൾ ലൊക്കേഷൻ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇതിൻ്റെ കഥാപരമായിട്ട് ഇത് കോട്ടയം, പത്തനംതിട്ട ജില്ലയിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം. കാരണം ഈ എയർപോർട്ടിൽ നിന്ന് ഒരു 3 hours ജേണി നമ്മൾ പറയുന്നുണ്ട് കഥയിൽ. അപ്പോൾ അത് ഫിറ്റിൻ ചെയ്യാനും പിന്നെ ഈ ജോഗ്രഫിക്ക് പോസിബിലിറ്റി ഒക്കെ ഉള്ളത് ഈ കോട്ടയം, പത്തനംതിട്ട എവിടെയെങ്കിലും ആയിരുന്നു. ഇപ്പോൾ ഈ 2 ജില്ലകളെ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ ഞങ്ങൾ പ്രോജക്റ്റ് ഓൺ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങളൊരു ലൊക്കേഷൻ കണ്ടെത്തി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അത് കറക്റ്റ് ഞങ്ങൾ ഈ പറയുന്ന പോലെ മീറ്റർ, ഓരോ വീടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം കറക്റ്റായിരുന്നു. നമ്മളെപ്പോഴും സ്ക്രീൻ പ്ലേയിൽ ഞാൻ ലിബിനും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജോഗ്രഫിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പേജ് ജോഗ്രഫിയാണ്. അതിൻ്റെ മാപ്പ് ഡിസൈൻ ചെയ്തിട്ട് അത് വെച്ചിരിക്കുക. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ജോഗ്രഫിയിലേക്ക് തിരിച്ചു വരാം. കാരണം അസ്മയുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ എന്ത് കാണാം, തോമസ് ഏട്ടൻ എന്ത് കാണാം. ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഈ സിനിമ മനസ്സിലാവില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു മാപ്പും ലോജിക്സും ഇരിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും നമുക്ക് പറയാമായിരുന്നു അതാണ് ഫസ്റ്റ് പേജ്, അത് കിട്ടിയില്ല, നടക്കില്ല എന്നുള്ളത് നമുക്ക് ആ ധാരണയുണ്ട്. പക്ഷെ കിട്ടി. അങ്ങനെ ഏപ്രിൽ 2021 ഏപ്രിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴും ഞാൻ ഈ ഭയങ്കരമായിട്ട്
ഇത് കാണിക്കാറില്ല. അതായത് ഇത് ഭയങ്കര നടക്കും, ഇത് കാണിക്കാറില്ല. കാരണം എന്തുവാണെങ്കിലും ഇത് സംഭവിക്കാതിരിക്കാം. ഞാൻ എപ്പോഴും ഇതിനെ ഏറ്റവും മാക്സിമം നെഗറ്റീവായിട്ട് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺ സെൻസും അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ ഭയങ്കര ആൻറ്റിസിപ്പേറ്റ് ചെയ്താൽ കിട്ടില്ല, നമുക്ക് വിഷമം വരും. അപ്പോൾ മാക്സിമം മോശമായിട്ടേ ഞാൻ കാണുള്ളൂ, നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ ആദ്യം ഞാനങ്ങ് ഇത് ചെയ്യും. അതുപോലെ തന്നെ സംഭവിച്ചു. പരിപാടി 3 ദിവസത്തിനുള്ളിൽ ആ ലൊക്കേഷൻ്റെ ആദ്യം സമ്മതിച്ച പുള്ളി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പൂട്ടിക്കിടക്കുന്ന ഒരു 3 വീട് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട എല്ലാ ക്രൈറ്റീരിയയും കറക്റ്റ് ആയിരുന്നു. അപ്പം മാക്സിമം ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്ന് ഈ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ പുള്ളി സമ്മതിച്ചില്ല. പുള്ളിക്ക് വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നു. പുള്ളി സമ്മതിച്ചില്ല. അങ്ങനെ അല്ലാതെ പുള്ളിയുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് അത്. പുള്ളിക്ക് വിഷമം പറയുമ്പോൾ അത് ഇത് തന്നെ. അപ്പം ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പോൾ അത് ഇല്ല. അതേസമയം തന്നെ മെയിൽ ആക്ടർ മാറി സിനിമയിൽ നിന്ന്. അപ്പോൾ പ്രോജക്റ്റ് ഓൾമോസ്റ്റ് ഡ്രോപ്പാണ്. അപ്പോൾ സമീർക്ക് ഞാനിങ്ങനെ 1-2 വർഷമായിട്ട് അവിടെ ഉണ്ട്, 20 മുതൽ 21ആയി. അപ്പോൾ സമീർക്കും എന്നോടും ലിബിനോടും ഒരു കൺസേൺറ്റി വന്നു. നമ്മൾ 2 വർഷമായിട്ട് ഇതിനുവേണ്ടി നിൽക്കുകയാണ്. അപ്പം നമ്മളോട് ഇത് ഡ്രോപ്പ് എന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വേറെ സബ്ജക്റ്റ് ആലോചിക്കുക, നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആവാം. പക്ഷേ ഇത് അങ്ങനെ ആലോചിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം ഇതിൽ അത്രയും ഹൈ കിട്ടിയിട്ടിരിക്കുക, ശരീരം മുഴുവൻ ഇത് കിടക്കണം. അപ്പം ഇത് പോവാതെ ഇനി വേറെ ഒന്നും വരില്ല എന്നുള്ള പെർസ്പെക്റ്റീവ് അത് അവർക്കും മനസ്സിലായി. അപ്പം നമുക്കെന്താ ചെയ്യാം, ഇനിയിപ്പം ആരാണ് ആക്ടർ ആരാണെന്നൊക്കെയുള്ള രീതിയിൽ വന്നു. അതിനിടയ്ക്ക് ഡിയർ ഫ്രണ്ട് റിലീസാവുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ആണ് ഒരു ദിവസം സമീർക്ക് രാവിലെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, നസ്രിയ ഈ ക്യാരക്ടർ ചെയ്ത് എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊന്ന് ആലോചിച്ചു, ഓക്കെയാണ്, അപ്പോൾ കുറച്ചുകൂടി നമ്മൾ വർക്ക് ചെയ്യണം ഇനിയും ക്യാരക്ടറിൽ. പക്ഷെ പുള്ളിക്കാരുടെ മാനറിസംസും വർക്കാവും. പക്ഷെ സിനിമയുടെ ഒരു വേറൊരു സ്റ്റേറ്റിൽ ഈ ഡ്രാമ പറയണം, വേറൊരു ഇതിൽ പോകണം. അപ്പോൾ ഓക്കെയാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വർക്കബിളാണ് പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അപ്പോഴും ഈ നന്ദൻ എന്ന് പറയുന്ന വ്യക്തിയും നസ്രിയും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പം ഞാൻ നന്ദൻ വീണ്ടും നസ്രിയായിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പരിപാടി, ഉഗ്രം പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പം നസ്രിൻ ഓൾറെഡി എൻ്റെ അടുത്ത് സമീർക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ നസ്രിയുടെ അടുത്ത് പോകുന്നു. നസ്രിയുടെ അടുത്ത് പോയി 2022 നവംബർ ഡിസംബർ ആ സമയത്ത് നസ്രിയുടെ അടുത്ത് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരുടെ റിയാക്ഷനിൽ നിന്ന് എനിക്ക് വർക്കാവുകയാണ് പരിപാടി. അപ്പോൾ പിന്നെ എനിക്കും കോൺഫിഡൻസ് കൂടി. അപ്പം ഞാൻ ഈ നറേഷനിൽ എൻ്റെ പേഴ്സണലി എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എൻ്റെ നറേഷനാണ്. അപ്പം ഞാൻ ഒരു പെർഫോമിങ് ആർട്ടായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പം ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പുതിയതായിട്ടൊക്കെ വരും. അപ്പോൾ അത് അങ്ങനെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഡെവലപ്മെന്റ് സ്റ്റേജ് അങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ നസ്രിയോട് പറഞ്ഞപ്പോൾ പോലും എനിക്ക് പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരുടെ റിയാക്ഷൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. പുള്ളിക്കാരുടെ ഇരിപ്പൊക്കെ മാറി, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനൊക്കെ പേ ഓഫ് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ടുവേർഡ്സ് എൻ്റെ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നാണ് പരിപാടി, ഇന്നാണെന്ന് മനസ്സിലായി. വിത്തിൻ ഇത് പുള്ളിക്കാരി ഓക്കെയാണ്. സമീർക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, നസ്രി ഇന്നാണ്, അപ്പം നമുക്കിനി ഒരു മെയിൽ ആക്ടറാണ് വേണ്ടത്. അപ്പം അത് വീണ്ടും ഒരു ടാസ്ക് ആയിരുന്നു. ഞാൻ പലരെയും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബേസിൽ ആക്ച്വലി മിന്നൽ മുരളി സമീർക്ക് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോഴും ഈ നമ്മളവിടെ പ്രൊഡക്ഷൻ ഹൗസിൽ ബേസിൽ വരാറുണ്ട്. ബേസിൽ ആക്ച്വലി ഒരു ഹിച്ച്കോക്ക് ഫാനാണ്. അപ്പം ബേസിൽ എൻ്റെ അടുത്ത് ഈ കഥ അറിയാമവന് സമീർക്ക് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് പറയും, ഈ സിനിമ നടക്കേണ്ട സിനിമയാണ്, ഇതിലൊരു കൊമേഴ്ഷ്യൽ മെറ്റീരിയൽ ഉണ്ട്, നല്ല കഥയാണ് എന്ന് പറയും. അവന് ആ കഥ ഇഷ്ടമാണ്, ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ അവനത് വർക്കാണ്. അപ്പം ഞങ്ങളെപ്പോഴും കാണുമ്പോഴും ഈ ഹിച്ച്കോക്കിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഹിച്ച്കോക്കിൻ്റെ ഓരോ സിനിമകളെ പറ്റിയും ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസ് എന്നുള്ള ടെലിഫിലിംസിനെ പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിക്കാൻ. അപ്പം ജയ ഹേ കൂടി ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സമീർക്കയുടെ അടുത്തത് പറഞ്ഞു, ബേസിൽ പോരെ എന്നുള്ളത്, ഷൈജൊക്കെയും ബേസിൽ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അപ്പോഴും ഓക്കെ, നമ്മളെ കൂടെയുള്ള ഒരാളാണല്ലോ എന്നുള്ള ഒരു ഇത് വന്നു. പിന്നെ ബേസിലിന് സമീർക്ക് ഒരൊറ്റ ഫോൺ കോളേ ചെയ്യേണ്ടി വന്നുള്ളൂ. ബേസിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരിതായി. അവനും എക്സൈറ്റഡ് ആയിരുന്നു. എന്നെ വിളിച്ചു, ബേസിൽ നമുക്ക് മാർച്ച് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ സമീർക്കയുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും സമീർക്ക് വളരെ ആവേശം ഏറ്റെടുത്തിരിക്കുക. ആ സമയത്ത് ഫെബ്രുവരി തുടങ്ങുവാണ്. ഷൈജുക്കാണ് മഞ്ഞുമ്മലായിട്ട് ബിസിയാണ്.
ഇത് രണ്ടും കഴിയാതെ ഇതിലേക്ക് വരാനും പറ്റില്ല. ഈ ആക്ട്രസ് രണ്ടുപേരും വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സമീർക്ക് പറഞ്ഞു, ഓക്കെ നമുക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാം, ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആക്ടേഴ്സ് റെഡിയായി, അടുത്ത ടാസ്ക് ലൊക്കേഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞങ്ങൾ വീണ്ടും പരതുന്നു. ഇവൻ സഞ്ജു, ഞങ്ങളെല്ലാം വലിയൊരു ടീം പല വഴിക്കാലോചിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കൂടി എറണാകുളം ജില്ലയിലെയും കൂടി കൺസേൺ ആയിട്ട് എടുത്തു. പെരുമ്പാവൂർ അങ്ങനെ വരാൻ സാധ്യതയുള്ള, നമുക്ക് ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. അല്ല, ആക്ച്വലി ഞാൻ ഇരുട്ടിയിൽ ആദ്യം ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഇരുട്ടി ഒരുപാട് മഴ, അല്ല അതിൻ്റെ അല്ല, ഒരുപാട് മഴക്കാറും ഒക്കെയുള്ള മൂടൽ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ആദ്യത്തെ പടം ഷൂട്ട് ചെയ്തപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മഴയുടെ പ്രശ്നങ്ങൾ ഒരുപാടുള്ളൊരു സ്ഥലം. അപ്പം അത് വേണ്ടാന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് ബുദ്ധിമുട്ടാണ്, ഈ അത്രയും ട്രാവൽ ചെയ്ത് പിടിക്കാനും. പിന്നെ നമുക്ക് എയർപോർട്ടൊക്കെ ഷൂട്ട് ചെയ്യണം എന്തായാലും. അപ്പം കൊച്ചി റിലേറ്റ് ചെയ്തിരിക്കുന്ന 3 hours ടു കൊച്ചി പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പ്രാക്ടിക്കൽ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഇത് വരുന്നു, എന്താ പറഞ്ഞോണ്ടിരുന്നത്, ആ ലൊക്കേഷൻ്റെ. അപ്പം ലൊക്കേഷൻ ആക്ച്വലി ഇങ്ങനെ തപ്പുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ തപ്പിക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ സമീർക്കിനോട് പറഞ്ഞു, നമുക്ക് ഒരു ആഡ് കൊടുക്കാം, നമ്മുടെ ഈ മാപ്പ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് പോവാം, എന്തെങ്കിലും വരുമായിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങളൊരു ആഡ് കൊടുത്തു, അത് പത്രത്തിലും കൊടുത്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറേ കോൾസ് വരാൻ തുടങ്ങി. കുറേ കോൾസ് വന്നു. ഒരുപാട് ഈ ഇൻറ്റീരിയർ സ്പേസിലുള്ള ലൊക്കേഷൻ മാനേജേഴ്സൊക്കെ വിളിക്കാൻ തുടങ്ങി. ഇവിടെ സ്ഥലമുണ്ട്, അവിടെ സ്ഥലമുണ്ട്. 2000 എന്തോ ഇത് വന്നു, ഓഡീഷൻ പോലെ വന്നു. ഓൾ കേരള വിളിച്ചു, എല്ലായിടത്തും വന്നു. അങ്ങനെ. പക്ഷെ നമ്മൾ കൊച്ചി ടു 3 hours ജേണിക്കുള്ളിൽ വരുന്നതാണ് നമ്മൾ പോയി തപ്പുന്നൊക്കെ. അപ്പോൾ പത്തനംതിട്ട എന്നൊക്കെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ എൻ്റെ കൂടെ 21 അന്ന് സിനിമ ഓണായപ്പം എന്നോട് വർക്ക് ചെയ്യാൻ വേണ്ടി ടിങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ കൂടെ ഉണ്ടായിരുന്നു. നന്ദനാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ടിങ്കിൾ അന്ന് മുതലേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലൊക്കേഷൻ കാണാൻ 21 മുതൽ. പുള്ളി വേറെ പരിപാടിയൊന്നുമില്ല, അവൻ്റെ കയ്യിൽ തന്നെ പൈസയൊക്കെ ചിലവാക്കിയിട്ടാണ് ലൊക്കേഷൻ തപ്പുന്നതും ഒക്കെ. അത്ര ആത്മാർത്ഥമായിട്ടാണ് പുള്ളി സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ പുള്ളി പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ട കോട്ടയം സൈഡിൽ പുള്ളി ഫുൾ അരിച്ച് വർക്കാണ്. എല്ലാ ദിവസവും രാവിലെ ബൈക്ക് എടുത്ത് കറങ്ങും. ഈ സമയത്തൊക്കെ പുള്ളി കറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആഡ് കൊടുത്തു. ഈ കോളിലൊക്കെ ട്വിങ്കിളിനാണ് വരുന്നത്. ഈ 2000 ഇതും ട്വിങ്കിളിൻ്റെ ഇതിലേക്ക്. അപ്പോൾ ട്വിങ്കിൾ നോക്കിയിട്ട് പറയും ഇത് വർക്കല്ല. ആക്ച്വലി പുള്ളിക്ക് അത് കറക്റ്റ് അറിയായിരുന്നു, ലൊക്കേഷൻ എന്ത് വേണം എന്നുള്ളത്, എസ്തറ്റിക്കലി എന്ത് വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഈ സൈഡ് നമ്മൾ കുറേ വേറെ സഞ്ജു, ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഈ സൈഡിലുണ്ട്. അങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് വന്നു. പിന്നെ ഞങ്ങളതൊരു സെപ്റ്റംബറിലോട്ട് 23 സെപ്റ്റംബറിലേക്ക് ഞങ്ങൾ ആദ്യം ഫിക്സ് ചെയ്തു. അപ്പോൾ വന്നിട്ട് പത്തനംതിട്ട ഒരു ലൊക്കേഷൻ ഏകദേശം വന്നു, ടിങ്കിളും ഒക്കെ ആയിട്ട് കണ്ടെത്തി വന്നു. അപ്പോൾ അങ്ങനെ അത് പോയി ഏകദേശം ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു മൂഡ് വന്നു. അപ്പം അതിന് ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആ സ്ഥലത്തിനുണ്ടായിരുന്നു. അപ്പം അത് വേണ്ടാന്ന് വെച്ചു. വീണ്ടും വേറൊരു ലൊക്കേഷൻ വേണം. അപ്പം കുറേയും കൂടി നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെ ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയായി. പക്ഷെ മെയില് ഇവർ രണ്ടുപേരും വീണ്ടും ഡേറ്റ് വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ബേസിലൊരു 2 പ്രാവശ്യം ബേസിലിന് സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി ടൈം തന്നിട്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്, ലൊക്കേഷൻ്റെ പ്രശ്നം കാരണം. അപ്പോൾ ബേസിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ലൊക്കേഷൻ പിടിച്ചിട്ട് പറയണേ, എൻ്റെ സമയം എനിക്ക് കളയാൻ പറ്റില്ല നല്ലൊരു. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിച്ച് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായി ലൊക്കേഷൻ കണ്ടെത്തൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആണ് കോലഞ്ചേരിയിൽ ലൊക്കേഷൻ കണ്ടെത്തുന്നത്. ആക്ച്വലി അത് എല്ലാവർക്കും വർക്കായി, എസ്തെറ്റിക്കലി ആണെങ്കിലും എല്ലാവർക്കും വർക്കായി. ആക്ച്വലി ആ ലൊക്കേഷൻ അപ്പോഴും ഞാൻ ഈ 100% കോൺഫിഡൻസ് അപ്പോഴും ഇട്ടിട്ടില്ല. അതായത് നടക്കും എന്നുള്ള സാധനം. ഇനിയും കോൺഫ്ലിക്ട്സ് വരാം, ഞാൻ അതിനെ നേരിട്ടേ പറ്റൂ എന്നുള്ളതാണ്. എനിക്കിതിന് ഉറപ്പ് വന്നത് ഷൂട്ടിൻ്റെ തലേ ദിവസമാണ് സിനിമ നടക്കുന്നു മനസ്സിലായത്. അതുവരെയും ഞാനത് എപ്പോൾ വേണമെങ്കിലും ഇത് നടക്കാതെ പോവാം. കാരണം അങ്ങനത്തെ കോൺഫ്ലിക്ട്സ് പിന്നെയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആണ് അത് സംഭവിക്കുന്നത്. ആക്ച്വലി പക്ഷേ കമ്പാരിറ്റീവ്ലി തുടങ്ങി പോസ്റ്റൊക്കെ പെട്ടെന്ന് തീർന്നൊരു സിനിമയായിട്ടല്ലേ ഈ വർഷം? പെട്ടെന്ന് ആക്ച്വലി ഷൂട്ട് തുടങ്ങി പോസ്റ്റൊക്കെ. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തപ്പോൾ പോലും ഇത്ര ഫാസ്റ്റായിട്ട് നടന്നൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഇല്ല. ആക്ച്വലി ഓഗസ്റ്റ് 5-ാം തീയതിയാണ് നമ്മൾ സിനിമ തീരുന്നത്. ഒക്ടോബറിൽ
പടം തീർത്തു. ആക്ച്വലി ആ ഒരു നമ്പർ ഫാസ്റ്റ് ആണ് പരിപാടി, വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. നസ്രിയും ബേസിലും വന്നതിന് ശേഷം ഇതൊരു ഭയങ്കര ഫ്രഷ്നെസ് ആണ് ഈ കോംബോക്ക്. അതിൽ എല്ലാ കാസ്റ്റിനും ആ ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ ഇതിന്റെ പോസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ മുതൽ മൊത്തം ഇപ്പം പടം കണ്ടിറങ്ങുമ്പോൾ അവരിതിൽ ഒരാളെ പോലും അധികം എന്ന് നമുക്ക് പറയാനോ, ഒരു സീൻ പോലും ഒരാളുടെ ഒരു ഡയലോഗ് പോലും അധികം എന്ന് തോന്നാത്തത് അത്ര ആറ്റിക്കുറുക്കി അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതേസമയം ഇപ്പം ആന്റണി ആയിട്ട് ദീപക്കേട്ടൻ വരുന്നു, നസ്രിയ കോംബോ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഹസ്ബൻഡ് വൈഫ് കോംബോ ആണ്. ബാക്കി എല്ലാവരും ഇപ്പം മനോഹരി ജോയ് അങ്ങനെ ഒരു അമ്മ കഥാപാത്രമായി നമ്മൾ കാണുന്നില്ല. അഖില, പൂജ, മെറിൻ, ഈ ഫീമെയിൽ ടീം എങ്ങനെ ഈ കാസ്റ്റ് ഇവര് വന്നപ്പോൾ കഥയ്ക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഏറ്റവും 2019 മുതൽ ഈ കഥ ഉണ്ടായ മുതൽ ആദ്യം വന്ന കാസ്റ്റ് മനോഹരി ചേച്ചിയാണ്. അത് ഇതുവരെ മാറിയിട്ടില്ല. അതെ, കെട്ടിയോളാണോ? കെട്ടിയോളുടെ മലയാളം കണ്ടതിന് ശേഷം ഞാൻ ഈ കഥ അന്നുണ്ട് കണ്ടു കഴിഞ്ഞ് വന്ന് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തു ഈ പുള്ളിക്കാരിയാണ് അമ്മ. അപ്പം മനോഹരി ചേച്ചി എന്തായാലും ഇത് ചെയ്യണം എന്നുള്ളത് അന്നേ കൺഫേം ആയിരുന്നു. അതെല്ലാവർക്കും കിട്ടി, പുള്ളിക്കാരി തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹാപ്പി ഹൗസിൽ വന്നപ്പോൾ സമീർക്ക് ആദ്യം പറഞ്ഞത് പുള്ളിക്കാരിനെ ലോക്ക് ചെയ്യാനാണ്. ഏറ്റവും ആദ്യം ലോക്ക് ചെയ്ത് പുള്ളിക്കാരനാണ്. അത് കഴിഞ്ഞാണ് നസ്രിയും ഈ പറയുന്ന ബേസിലിനൊക്കെ ഞങ്ങൾ ലോക്ക് ചെയ്തത്. കാരണം പുള്ളിക്കാരി ഇല്ലാതെ ഈ സിനിമ എല്ലാവർക്കും അത് ഹൈലി ഓക്കെ ആയിരുന്നു. മനോഹരി ചേച്ചിയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ അത് ഓക്കെ. പിന്നെ പറയുമ്പോൾ എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ അറ്റാച്ച്മെൻ്റ് ഉള്ളത് ദീപക് എന്ന് പറയുന്ന ആക്ടറിനെ ഈ സിനിമയിലേക്ക് വന്നതാണ്. ആക്ച്വലി ദീപക് എൻ്റെ വളരെ പഴയ സുഹൃത്താണ്. ഞങ്ങൾ നോൺസെൻസിന് മുമ്പും 2016 ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അതുപോലെ ഞങ്ങൾ ഒരേ സ്ഥലത്ത് നിന്ന് വരുന്നു, കണ്ണൂർ. ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിൽ പൊക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ നോൺസെൻസിൽ ദീപക് അഭിനയിക്കാനിരുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ ചെറിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ആക്ച്വലി ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ നോൺസെൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു റിലേഷൻ കട്ടായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ മിണ്ടൂലായിരുന്നു. പക്ഷേ അങ്ങനെ കുറേ കാലം മിണ്ടാതിരുന്നിട്ടുണ്ട്. ഈ കാലം അത്രയും. ഇപ്പോൾ 2024 ഇങ്ങനെ നസ്രിയുടെ ഹസ്ബൻഡായിട്ട് പ്രൊഡക്ഷൻ എൻ്റെ അടുത്ത് ദീപക്കിൻ്റെ പേര് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇതാണ്. ആക്ച്വലി ഇവനെ ഞാൻ എങ്ങനെ വിളിക്കും ഇതെന്നുള്ള ഒരു സംഭവത്തിലാണ്. അപ്പം പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ വിളിച്ചു. അപ്പോഴും ദീപക് ഞാനാണ് ഡയറക്ടർ എന്ന് അറിയുന്നില്ല ആക്ച്വലി. അപ്പോൾ എന്നോട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ഇവനെന്തിനാ എന്നെ വിളിക്കണേ എന്നുള്ളൊരു മൂഡിലാണ്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആദ്യം പുള്ളി ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ബുദ്ധിമുട്ടാണ്, നീ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിനക്ക് ആക്ച്വലി അന്നത്തെ ഞങ്ങൾ വീണ്ടും 5 വർഷം പഴക്കമുള്ള കാര്യത്തിലേക്ക് പോയി. ചില കാര്യങ്ങളുണ്ട് നമ്മൾ അതെ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. നമ്മൾ എത്ര അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവരവരുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയുള്ളൂ. അത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര കൺവിൻസ് ചെയ്യാലും ശ്രമിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ സിനിമ ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആ കാര്യം അന്ന് നടന്ന സംഭവം എന്താണെന്ന് നീ അറിയണം. ആക്ച്വലി അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഓപ്പണായി. പിന്നെ പുള്ളി എന്നെ ഒരു 10 മിനിറ്റുള്ളിൽ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യാം. പിന്നെ ഇതിനു വേണ്ടി പുള്ളി കഥ കേട്ടും പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ വീണ്ടും പഴയ കെമിസ്ട്രിയിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഈ സിനിമ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ ബോണ്ടിങ്ങും കൂടി വീണ്ടും റീകളക്ട് ചെയ്തൊരു സിനിമയും കൂടെ. അത് ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. അത് ഞാൻ പറഞ്ഞു, ഈ സിനിമയുടെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ബോധവല്ലായിരുന്നു. എനിക്ക് അങ്ങനെ കുറേ അച്ചീവ്മെന്റ് ലൈഫിൽ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി. അതിന് ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇനി ഈ സിനിമ സക്സസ് ഓർ വാട്ട്, ഇതിൻ്റെ അപ്പുറത്തെ സാധനം ഞാൻ കണ്ടിട്ട് വരുന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെ ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് എന്തായാലും ഇത് പോകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആഫ്റ്റർ ഓൾ എനിക്ക് സമീർക്കും ഷൈജുക്കും ഒക്കെ അവരുടെ എഫേർട്ടിനും അവർ ഈ സിനിമയ്ക്ക് വേണ്ടി കാണിച്ച ഇതിനൊക്കെ അവർക്ക് പേ ഓഫ് കിട്ടണം. പിന്നെ നസ്രി ആണെങ്കിലും 4 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയാണ്, ഒരു മോശമായിട്ട് വരാൻ പാടില്ല. ഒരു ഫ്രീക്വൻ്റ്ലി പൊക്കോണ്ടിരിക്കുന്ന ഹിറ്റുകൾക്കിടയിൽ ബേസിലൊരു നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഓക്കെ ആയാൽ മതി എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നു. അതുപോലെ ചില ക്ലോസുകൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ ക്രിസ്റ്റോനോട് പറഞ്ഞ പോലെ ഒരു കാർട്ടൂൺ സ്വഭാവം മ്യൂസിക്കിൽ വരുമ്പോൾ അതുപോലെ തന്നെ വിഷ്വലിലും ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ലോസുകൾ വരുന്നു. ഞങ്ങൾ ആക്ച്വലി ഇപ്പം ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഇതിൻ്റെ ഒരു ഹ്യൂമർ വേർഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡ്രാഫ്റ്റ് അത് വേറൊരു ടൈപ്പ് ഓഫ് ഹ്യൂമർ ആയിരുന്നു. അത് ഹ്യൂമർ വേർഷനിലാണ് ഞങ്ങൾ ആദ്യം. ഇതിലും ഹ്യൂമർ വേറൊരു ടൈപ്പ്, ഇങ്ങനെ ഡാർക്ക് ഹ്യൂമർ അല്ല, അത് കുറേയും കൂടി സിറ്റുവേഷണൽ ഹ്യൂമർ ആയിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വന്നപ്പം അതൊരു ഡാർക്ക് എലമെൻറ്റിൽ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചു.
മൂന്നാമത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഡാർക്ക് ഹ്യൂമർ എലമെന്റിലേക്ക് വന്നപ്പോൾ സമീർക്ക് ഞങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങളുടെ ആദ്യത്തെ സാധനങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അതിൽ കുറേ സാധനങ്ങളുണ്ട്, അത് വീണ്ടും റീവിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ കറിവേപ്പിലയൊക്കെ. കറിവേപ്പിലയും അവളും ആ വീടും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അത് വീണ്ടും നമ്മൾ എടുത്ത് പ്ലേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡ്രാഫ്റ്റിലുള്ളത് വീണ്ടും എടുത്തോണ്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക്. അപ്പം അത് സോഫ്റ്റ് ആക്കാനും കുറച്ചും കൂടി അതിനെ ഹ്യൂമറസ് ആക്കാനും നമ്മളത് അപ്പൊ എല്ലാ വേർഷന്റെയും കൂടി ഒരു കൊളാബറേഷൻ ആണ് ആക്ച്വലി ഇപ്പൊ കാണുന്നത്. ട്രെയിലറിലുണ്ട് ഉടുമ്പിനെ പിടിച്ചു കൊണ്ടുപോകുന്നത്. ഉടുമ്പും ഒക്കെ ആക്ച്വലി ക്യാരക്ടറൈസേഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇയാളെങ്ങനെ നമുക്ക് ഒരു ഹിന്റ് ഇട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഈ പൂച്ചേനെ എറിയുന്നതും ഉടുമ്പിനെ പിടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ. അങ്ങനല്ല, ആക്ച്വലി നമ്മളാ ഫസ്റ്റ് ഇതിൽ തന്നെ പൂട്ടിക്കിടക്കുന്ന ഒരു വീടാണ് കുറെ കാലങ്ങളായിട്ട്. അവിടെ ഒരു പട്ടിക്കൂടുണ്ടായിരുന്നു. ഈ പട്ടിക്കൂടിന്റെ മേലെ എപ്പോഴും ഒരു പൂച്ച വന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ മാനുവൽ ആദ്യം ചെയ്യുന്നത് വന്നിട്ട് ആ പൂച്ച എറിഞ്ഞ് ഓടിക്കുന്ന ആക്ച്വലി. അപ്പോൾ അതിൽ സമീർക്ക് കണ്ട ഒരു പെർസ്പെക്റ്റീവ് ഈ സീൻ ഇപ്പോഴും വേണമെന്ന് പുള്ളി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പൂച്ച പോലും അവിടെ വരുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല എന്നൊരു ആംഗിൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതിപ്പോഴും അവിടെ പ്ലേസ് ചെയ്യാൻ കാരണം അത് തന്നെയാണ്. ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇവൻ ഉടുമ്പിനാണെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. സിനിമയിൽ ഇല്ലാത്തൊരു ബാക്ക് സ്റ്റോറി ശരിക്കും ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ചതുണ്ട്. ഒരു ചെറുപ്പത്തിൽ വളരെ കൊച്ചിലെ തന്നെ മാനുവലും ഡയാന ഇവരൊക്കെ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഒരു ബാക്കിലൊരു ചെറിയ ഒരു ചായ്പുണ്ട്. അപ്പം അവിടെ വെച്ച് കൊച്ചായിട്ടുള്ള മാനുവല് സിസ്റ്ററും ഇവരും മറ്റേ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചിട്ട് ഇവൻ പിന്നെ ഇതിൻ്റെ അകത്ത് പോയി ഒളിക്കുന്നുണ്ട്. ഒളിച്ചിട്ട് ഇവനൊരു ഒച്ചയായിട്ട് പേടിച്ചു പോകുന്നുണ്ട്. അതൊരു ഉടുമ്പാണ്. അപ്പം ആക്ച്വലി അങ്ങനെ ഒക്കെ ഒരു ബാക്ക് സ്റ്റോറി പുള്ളിക്ക് ചെറുപ്പം മുതൽ ഞങ്ങൾ ഉണ്ടാക്കി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിംറ്റംസ് ആണ് പിന്നീട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉടുമ്പിനെ കാണുന്നതൊക്കെ. അതിൻ്റെ ആ സിംറ്റം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട് ആക്ച്വലി. ആ ഒരു പർട്ടിക്കുലർ സീക്വൻസ് എടുത്താൽ പോലും അതിന് ബാക്ക് സ്റ്റോറീസ് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നുള്ള അത്രയും ഇവരുടെയൊക്കെ ചെറുപ്പം മുതൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വേൾഡ് ക്രിയേഷൻ അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് സൂക്ഷ്മദർശിനി? ഇങ്ങനെ പലരും പറയാറുണ്ട് ആദ്യത്തെ സിനിമ എങ്ങനെയെങ്കിലും സംഭവിക്കും, രണ്ടാമത്തതിൽ നമ്മൾ സക്സസ് എങ്ങനെയെങ്കിലും സംഭവിച്ചല്ല കേട്ടോ. അല്ല, ചിലർ പറയുന്നത് കേൾക്കാറുണ്ട് അങ്ങനെ. ആദ്യത്തെ നമുക്ക് എങ്ങനെയെങ്കിലും സംഭവിക്കാം, പക്ഷെ രണ്ടാമത്തതും സക്സസ് ആവുക അല്ലെങ്കിൽ അതിൽ ഇനി അടുത്തൊന്നും സംഭവിക്കാതെ അപ്പം മൂന്നാമത്തേലേക്ക് എത്തുമ്പോൾ മൂന്നാമത്തെ ആക്ച്വലി ഞാൻ എപ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ചൊരു ക്യാരക്ടർ ഞാൻ ഡിറൈവ് ചെയ്ത് തുടങ്ങിയത്. ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഇത് ഇപ്പം സൂക്ഷ്മദർശിനി എൻ്റെ ഡിറ്റാച്ച്ഡായി കഴിഞ്ഞു. അത് ഡിറ്റാച്ച്ഡായി പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ഡിറ്റാച്ച്ഡായി. ഇതേ പ്രോസസ്സ് നോൺസെൻസിനുണ്ടായിരുന്നു. ഈ നോൺസെൻസിൻ്റെ ഈ സ്റ്റേജിലാണ് സൂക്ഷ്മദർശിനിയുടെ ഐഡിയ വരുന്നത്. ആക്ച്വലി ഇത് എൻ്റെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നൊരു മൊമെന്റിൽ എനിക്ക് അടുത്ത ഐഡിയ എൻ്റെ ശരീരത്തിൽ വന്നു കയറി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊരു സ്റ്റേജ് ഓഫ് മൈൻഡ് സെറ്റാണ് ആക്ച്വലി. ഒരു ക്യാരക്ടറൊക്കെ എൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിലെനിക്ക് ഹൈ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തരത്തിൽ നല്ലതല്ലേ, കാരണം ഇതിൻ്റെ സക്സസോ ഇതൊന്നും നമ്മൾ ഒരുപാട് എടുക്കേണ്ടി വരുന്നില്ല. ആക്ച്വലി അതിൽ ഞാൻ പറഞ്ഞില്ല, ആക്ച്വലി അടുത്ത സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അടുത്തൊരു കണ്ടന്റിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാതെ അത് നന്നാവില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ആക്ച്വലി ഈ സിനിമ ചെയ്തുകൊണ്ട് ആ സിനിമ നന്നാവില്ല. അതാണ്